പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർക്ക് സമാഗതനായിരുന്നു. ചെറിയ ചെയറിലേക്ക് കടന്നു വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു. മാധ്യമ ഈ ആദ്യദിനം അവർക്ക് മധ്യതരമാക്കുവാൻ നമ്മളെല്ലാവരും പ്രവർത്തനത്തിലാണ്. ദയവായി അവർക്ക് നൽകാനുള്ള വഴി ഒരുക്കിക്കൊടുക്കുക. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. പ്രവേശനോത്സവം 2024 അക്കാദമിക് ഇയറിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർക്ക്, ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ശാസ്ത്രീയ അവർക്ക്, മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർക്ക്, വേദിയിലുള്ള തിരുവനന്തപുരം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി ഡി രാജേഷ് അവർക്ക്, നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് തിരിച്ചുവരുന്നു. ആ കുട്ടികളുടെ ചിരിയും സന്തോഷവുമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ മാധുര്യം. പഠനം എന്നത് നമുക്ക് സൂചിപ്പിച്ചിരുന്നതുപോലെ പഠനം ഇസ് നോട്ട് ജസ്റ്റ് 3 hours ഓഫ് റീഡിംഗ്, റൈറ്റിംഗ് ഓർ ലിസണിംഗ്. പഠനം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിനോടൊപ്പം കുട്ടികളുടെ കായിക കഴിവുകൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും അതോടൊപ്പം അവരുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അവസരം നൽകുന്ന ഒരു രീതിയാണ് പഠനം. അതിന് അവസരം നൽകുന്ന രീതിയാണ്. സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവர்களാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ വി ഡി രാജേഷ് അവരുടെ യോഗത്തിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പ്രിയദർശിനി അവരുടെ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മറ്റെല്ലാ ജനപ്രതിനിധികളെയും ബഹുമാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ കാലം നിയോഗിച്ചിട്ടുള്ള പ്രതിഭാധനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരുടെ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയങ്കരനായ ഈ പ്രദേശത്ത് നിന്നും
നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ, നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ പ്രിയപ്പെട്ട സ്റ്റേറ്റ് GV രാജേഷ്, വേദിക്ക് സ്വാഗതം ആശംസിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി പ്രിയങ്കരിയായ ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ആസിഫ് കെ യൂസഫ്, വേദിയിലുള്ള പ്രിയദർശിനി, അനുകുമാരി, ചെമ്പഴന്തി ഉദയൻ, അതുപോലെ തന്നെ രേഷ്മ, ജയപ്രകാശ്, സുപ്രിയ, വിവേകാനന്ദൻ, വി റഘുരാജ്, ശ്രീ A. അൻവർ, പ്രമോദ്, ജിനീഷ് കുമാർ, ഷിബു, ശ്രീ സന്തോഷ്, ഷൈമോൻ, ഷാജിദ, ശ്രീമതി നവീന, ശ്രീജ ഗോകുമാർ, അജിത, ഗീത നായർ, രജീവ്, ബിജു, റീന ദേവി, ശ്രീമതി ഗീത, കെ ലൈലാസ്, സജീവ് കുമാർ, അജിത് കുമാർ തുടങ്ങി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സർവോപരി ഇന്നത്തെ വിശിഷ്ടാതിഥികൾ എന്ന് പറയുന്നത് കേരളത്തിൽ പുതുതായി വിദ്യാലയ പ്രവേശനം നേടിയ 3,14,000 വിദ്യാർത്ഥിനികൾ, അവരുടെ പ്രതിനിധികളായി നമ്മുടെ ഈ പട്ടം ഗേൾസ് സ്കൂളിൽ പ്രവേശനം നേടിയ പ്രിയപ്പെട്ട കുരുന്നുകളായ പ്രിയപ്പെട്ട കുട്ടികളെ, വെക്കേഷന് ശേഷം സ്കൂളിലേക്ക് കടന്നു വന്ന മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ, ഈ സ്കൂളിലെ അധ്യാപകരെ, അധ്യാപികമാരെ, രക്ഷകർത്താക്കളെ, മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തകരെ, വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. ഇന്ന് സ്കൂളുകളിലേക്ക് കുട്ടികൾ മാത്രമല്ല, അവരുടെ കൂടെ രക്ഷകർത്താക്കളും മറ്റ് ജനപ്രതിനിധികളും സമൂഹത്തിലെ വിവിധ കോണുകളിലുള്ളവരൊക്കെ സ്കൂളുകളിലേക്ക് വരികയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷത്തിൽ സ്വാഗതം ചെയ്യാനും ഒരു പുതിയ അധ്യയന വർഷത്തിൽ അവർക്ക് പിന്തുണയും സഹായവും അഭിവാദ്യങ്ങളും അർപ്പിക്കാനാണ് സമൂഹം സ്കൂളുകളിലേക്ക് കടന്നു വരുന്നത്. അധ്യയന വർഷത്തിന്റെ ആരംഭം വളരെ ആഹ്ലാദത്തോടുകൂടി തന്നെ നിർവഹിക്കപ്പെടണമെന്ന്, എല്ലാം പൂർത്തീകരിച്ച് നടത്തണമെന്ന് പുതിയ സർക്കാരിന് ഏറെ ആഗ്രഹമുണ്ടായി. ഇന്നേ ദിവസത്തേക്ക് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 2 ആഴ്ചയാണ് പൂർത്തിയാവുന്നത്. ഈ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് അതേ കാലയളവ് തന്നെയാണ്. പക്ഷേ ഓരോ ദിവസവും വിദ്യാഭ്യാസ വകുപ്പിലെ ഈ പറഞ്ഞ നേതൃത്വത്തിന്റെ ഒക്കെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് വലിയ പരിശ്രമങ്ങൾ നടത്തി
എല്ലാ സ്കൂളുകളിലും സമയത്തിന് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ സാധിച്ചു. യൂണിഫോം വിതരണം കാര്യക്ഷമമായി ഏറെക്കുറെ പൂർത്തീകരിച്ചു. സ്കൂളുകളിലൊക്കെ ഇന്ന് നല്ല സൗഹൃദപൂർണമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ ബഹുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു പുതുയുഗ വിദ്യാലയം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് അനുദിനം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക പുരോഗതി അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഔട്ട്ഡേറ്റഡായ കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നിലവിലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ കുട്ടികൾ മത്സരിക്കുന്നത് കേവലം നമ്മുടെ നാട്ടിലെ കുട്ടികളുമായി മാത്രമല്ല. ഇന്ന് ലോകം ഒരു ഗ്ലോബൽ വില്ലേജാണ്. ഇനി നാളെ ഭാവിയിൽ ഒരു ജോലിക്കോ ഉപരിപഠനത്തിനോ നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരുന്നത് ലോകത്തുള്ള കുട്ടികളാണ്. ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പല അവസരങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം, വിദ്യാഭ്യാസ രംഗം വളരെ പ്രാപ്തമാകണം, ശാക്തീകരിക്കപ്പെടണം, പോരായ്മകൾ പരിഹരിക്കപ്പെടണം, കാലോചിതമായി പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും അത്തരം പരിഷ്കാരങ്ങളൊക്കെ അക്കാദമിക സമൂഹവുമായി വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് കടന്നു വന്ന നമ്മുടെ കുട്ടികൾ അവരൊക്കെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നേരത്തെ വന്ന് ഇന്ന് പ്രവേശനം നേടിയ ആദ്യമായി സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളായിട്ട് കണ്ടു. വളരെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് മാത്രമേ അമ്മയെ വിട്ടു നിന്നതിൻ്റെ ഒരു പ്രയാസം കാണാൻ സാധിച്ചുള്ളൂ. ബാക്കി മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന് ഹാപ്പിയല്ലേ? ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അതെ. അപ്പോ ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ മാറ്റമാണ്. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയാക്കും രക്ഷിതാവിന്റെ കൂടെ തന്നെ കരകളൊക്കെ കുട്ടി തിരിച്ചോളും, വല്ലാത്ത ബഹളവും കടിച്ചിലൊക്കെ ആയിരുന്നു. വർഷങ്ങളായി അതിനൊക്കെ പടിപടിയായി മാറ്റം വന്നു. ഇന്ന് നമ്മുടെ മക്കൾ വളരെയേറെ പ്രാപ്തിയുള്ളവരാണ്. ചെറിയ കുട്ടികൾ പോലും സ്വന്തം വന്ന് പരിചയപ്പെടാൻ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ കുട്ടികൾ വന്ന് നിങ്ങളൊരു സെൽഫി എടുത്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് വളരെ സന്തോഷത്തോടുകൂടി അനുവാദം കൊടുക്കുന്നു. എല്ലാവരും കുട്ടികൾ സെൽഫി എടുത്ത് താങ്ക്സ് പറഞ്ഞ് കടന്നു പോകും. ചെറിയ മക്കളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികളിൽ വന്ന അവരുടെ വ്യക്തിത്വത്തിൽ വന്ന ഒരു മാറ്റമാണ്. നല്ല നിർഭയത്വത്തോടുകൂടി കമ്പമില്ലാതെ ഇപ്പോഴേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അവരെയാണ് നമ്മൾ കൂടുതൽ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. സമയം പരിമിതി മൂലം മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് ആദ്യമായി വിദ്യാലയ പ്രവേശനം നേടിയ ഈ 3,14,000 മക്കൾ, 3,14,000 കുട്ടികൾ നാളത്തെ നമ്മുടെ നാടിന്റെ ഭാവി ആകതയെ നിർണ്ണയിക്കേണ്ടവരാണ്. കുട്ടികൾ കുട്ടികൾ പോലെയാണ്. നല്ല പരിചരണം നൽകിയാൽ ആ പൂവ് മനോഹരമായി വിടരും. ഈ പൂക്കളെ, ഈ കുട്ടികളെ, ഇത് ഞങ്ങൾ ഇവിടെ പങ്കെടുത്ത ഈ കുട്ടികൾക്ക് മാത്രമല്ല, ഇത് ദൃശ്യങ്ങളിലൂടെ കാണുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ നമ്മൾ പൂക്കളായി കണ്ട് പരിപാലിച്ച് നല്ല രീതിയിൽ വിടർന്ന് മണം പരത്തി സുഗന്ധം പരത്തി പരിലസിക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ള നിക്ഷേപമാണ് ഏറ്റവും നല്ല നിക്ഷേപം. അത് തലമുറകളിലേക്ക് കടന്നു വരത്തുള്ളൂ. നമ്മുടെ ഒരു റോഡ് പണിതാൽ, ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ, ഒരു പാലം പണിതാൽ അതിന് നിശ്ചിതമായ കാലാവധിയുണ്ട്. പക്ഷേ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ ഗുണം തലമുറകളിലേക്ക് കടന്നു വരന്നിടുകയാണ്.
ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ഒരിക്കൽ അധ്യാപകനായ നമ്മുടെ മുൻ പ്രസിഡന്റ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പാഠ്യപദ്ധതികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വരുന്ന ഈ ഓരോ കുട്ടിയും ക്ലാസ് റൂമുകളിലൂടെ പഠിക്കുന്നത് സഹജീവികളുടെ സ്നേഹവും കരുണയും ആർദ്രതയും അങ്ങനെ പങ്കുവെപ്പിന്റെ ഒരു ചൈതന്യമാണ് അവർ മനസ്സിലാക്കുന്നത്. സ്വന്തം വീട്ടിൽ തനിക്ക് മാത്രം വേണ്ടായിരുന്ന കളിപ്പാട്ടം അത് ആ കുട്ടി മാത്രമാണ് ഉപയോഗിച്ചത്. ഇന്ന് ഇവിടെ കളിക്കാനുള്ള ഉപകരണം എനിക്കൊരു സമയത്ത് അനുവദനീയമാണ്. പക്ഷെ എൻ്റെ കൂട്ടുകാർക്കും ഇതിന് അവകാശമുണ്ട്, ഇത് അവർക്കും പങ്കുവെക്കണം എന്ന ബോധ്യമാണ് നമ്മൾ ഈ ക്ലാസ് റൂമുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ നല്ല പാഠങ്ങൾ പകർന്നു നൽകി നല്ല പ്രതിഭകളായി നമുക്ക് അവരെ വളർത്താൻ സാധിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലം ഏറെ നവോന്മേഷത്തോടുകൂടി മുന്നേറുന്ന നാളുകളായിരിക്കണം നമുക്ക് മുമ്പിലുള്ളത്. അതിനെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ ഏറെ സന്തോഷത്തോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹത്തെ ആ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സന്തോഷം വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ അവസാനിപ്പിക്കും. പുറം മാത്രമേ കിട്ടുന്നുള്ളൂ. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ഷംസുദ്ദീൻ, പ്രിയങ്കരനായ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ പി എം മുരളീധരൻ, നമ്മുടെ മേയർ ശ്രീ രാജേഷും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിയദർശിനിയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഷംല മേരി ജോസഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, എച്ച്എമ്മും ഹെഡ്മാസ്റ്ററും ഉൾപ്പെടെയുള്ള അധ്യാപക ശ്രേഷ്ഠരെ, രക്ഷകർത്താക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഈ മനോഹരമായ സുദിനത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ മുഖത്ത് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഗ്രഹാതുരത്വം നിറഞ്ഞ എൻ്റെ കുട്ടിക്കാലമായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ ഇവിടെ ഇരിക്കുന്നു. എന്തൊരു സന്തോഷകരമായ ദിവസമായിരുന്നു. എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം, കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. നിങ്ങൾ ഭൂരിഭാഗം പേര് സ്കൂൾ ബസ്സിലൊക്കെയാണ് വരുന്നത്. ഞങ്ങളെല്ലാവരും നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. വെള്ളം തട്ടിത്തെറിപ്പിച്ച് കുറെ മഴ കൊണ്ട് കുടയുണ്ടെങ്കിലും കുട മാറ്റി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വളർന്നൊരു മഴമുണ്ട്. മഴയില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് തോന്നുന്നു. ഈ പ്രാവശ്യം പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച കൂടി വൈകുമെന്നാണ് പറയുന്നത്. മൺസൂൺ വരാൻ വേണ്ടി. മൺസൂൺ വന്നാൽ പിന്നെ മഴയാണ്, പിന്നെ 2 മാസത്തേക്ക് വലിയ മഴയാണ്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കുഞ്ഞനാളിലേക്ക് എത്തിയത്. നമുക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമാണ് നിങ്ങളെ കുറിച്ചുള്ളത്. അപ്പൊ പഴയതുപോലെയൊന്നുമല്ല. എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നത്. പിന്നെ സ്കൂളിൽ വന്നത് പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കോളേജ് അന്ന് പ്രീ ഡിഗ്രിയാണ്. അല്ലാതെ ഞാൻ പഠിച്ച 10 കൊല്ലം സ്കൂളിലും
12 കൊല്ലം കോളേജിൽ പഠിച്ചതിന്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല. രണ്ടൊന്ന് കുഴപ്പമൊക്കെ കാണിച്ചപ്പോ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിൽ ഞാനതെന്ന് കൈകാര്യം ചെയ്തു. ഇപ്പൊ അതാണോ? ഇപ്പൊ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, കുട്ടികളുടെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാണ്. കിൻഡർഗാർട്ടനിൽ തന്നെ കുട്ടികളെ ചേർക്കുമ്പോൾ അവർ രാവിലെ തയ്യാറായി കുട്ടികളെ അണിയിച്ചൊരുക്കി അല്ലെ സ്കൂൾ ബസിന്റെ അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ KG ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ. ഇപ്പൊ PTA യോഗം വിളിച്ചാൽ ഒരു 80% സ്ത്രീകളെ, വളരെ കുറച്ച് പുരുഷന്മാരെ വരുള്ളൂ. പിതാക്കന്മാർ വളരെ കുറച്ചാണ്, അമ്മമാരാണ് PTA യോഗത്തിൽ വരെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരാണ് ഏറ്റവും ശ്രദ്ധേയർ. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, നല്ല സൗഹൃദം ഉണ്ടാക്കണം. കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ അവരുടെ പുറത്തു വരും, അറിയാതെ. ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം. അങ്ങനെ കണ്ടാൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അത് പരസ്പരം പങ്കുവയ്ക്കണം. ഞാൻ പണ്ട് ഒരു ചരിത്രകാരൻ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ NGS നാരായണൻ എഴുതിയൊരു ലേഖനം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ലണ്ടനിലെ ഒരു സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായി പോകുന്നു. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ളതൊന്നും മകനെ കൊണ്ടുപോയി ചേർക്കുന്നു സ്കൂളിൽ. ഒരു ദിവസം രാവിലെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ വിളിക്കുകയാണ്. ഏറ്റവും അടുത്ത ദിവസം വന്ന് പാരന്റായി നിങ്ങൾ സ്കൂളിൽ വരണം. ഇവിടെ വീട്ടിൽ ആളെ വിളിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ എന്തെങ്കിലും കുറ്റക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് വളരെ കഴിഞ്ഞത്. അപ്പൊ അദ്ദേഹം ഭയന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ സമയം അറിയിച്ചവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിയിലിരിക്കുന്നത് പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, കേട്ടോളാം, മാത്തമാറ്റിക്സിന്റെ ടീച്ചർ. അപ്പൊ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറോട് പറയാൻ പറഞ്ഞു, ക്ലാസ് ടീച്ചർ പറഞ്ഞു മാത്തമാറ്റിക്സ് ടീച്ചറോട് പറയാൻ പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണക്ക് ചെയ്യാനുള്ളത്. ക്ലാസ് ടീച്ചർ അപ്പൊ എല്ലാ കുട്ടികളും ഒരു നിശ്ചിത സമയം എടുക്കും. കുട്ടി അല്ലെ ഡെറിവേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടി ഉത്തരം കണ്ടെത്താൻ കുറെ സമയം എടുക്കും. ഈ കുട്ടി MGSന്റെ കുട്ടി ഏറ്റവും വേഗത്തിൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കുക എല്ലാ ദിവസവും. അപ്പൊ ഈ കുട്ടിക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ട് എന്ന് കരുതി മാത്തമാറ്റിക്സ് ടീച്ചർ ക്ലാസ് ടീച്ചർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിനെ റിപ്പോർട്ട് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഉടനെ പിതാവിനെ വിളിച്ചു വരുത്തുന്നു. സംഭവം അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം അറിയോ? ഇവിടെ പഠിച്ചിട്ടാണ് പോയത്. ഇവിടെ നമ്മുടെ ടേബിൾ പഠിച്ചിട്ട് പോയത് പെരുക്കപ്പെട്ടിയാണ്, അറിയാലോ. ക്ലാസ്സിൽ നേരത്തെ പഠിപ്പിക്കും ഇവിടെ, പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോഴാണ് ടേബിൾ പഠിപ്പിക്കും. ടേബിൾ പഠിക്കുന്നതുകൊണ്ട് മറ്റുള്ള കുട്ടികളെക്കാൾ വേഗത്തിൽ ഈ കുട്ടിക്ക് അത് ചെയ്തു തീർക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുട്ടി പ്രത്യേകമായ കഴിവുകൾ കാണിച്ചപ്പോൾ അത് ആ ടീച്ചറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. എന്നിട്ട് അവര് പറയുന്നത് വലിയ ഒരു മാത്തമാറ്റീഷ്യനായി കുട്ടി മാറും, അതിനുള്ള എല്ലാ കഴിവുകളുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ കൂടി പ്രോത്സാഹിപ്പിക്കണം, കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാസ്സിന് കുട്ടിക്ക് താല്പര്യമുണ്ടെന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ പല വിഷയത്തിലും പല താല്പര്യങ്ങളുണ്ടാവും പൊതുവെ ചെറുപ്പത്തിൽ. അത് മാതാപിതാക്കളും രക്ഷിതാക്കളും അത് കണ്ടുപിടിച്ച് അത് പരസ്പരം പങ്കുവെച്ചാണ് ഷെയർ ചെയ്യേണ്ടത്. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്, ഞങ്ങൾ ആദ്യം ജീവിച്ച കാലത്തല്ല. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? ഇത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്, വിജ്ഞാന വിസ്ഫോടനം എന്ന് പറഞ്ഞ വല്ല പൊട്ടിത്തെറിക്കുന്നതാണ് അല്ല. അത് പണ്ടും അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ലോകത്ത്, പക്ഷെ ഇപ്പോൾ അറിവുകൾ ഉണ്ടാകുന്നതിന്റെ വേഗത കൂടി. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ പഠിച്ച കാര്യം കാലഹരണപ്പെട്ടുപോകാണ്, ഔട്ട്ഡേറ്റഡ് ആണ്, പുതിയ കാര്യങ്ങൾ വരിക. എല്ലാ രംഗത്തും പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിലെ വിവിധ ഗവേഷണശാലകളിൽ, സർവകലാശാലകളിൽ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവുകൾ ഉണ്ടാകുക. ഓരോ മിനിറ്റ്
നിത്യത്തിലും പുതിയ അറിവുകൾ ഉണ്ടാകുക. ആ അറിവുകൾ തേടി പിടിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്. വലിയ മാറ്റമാണ് അത് ലോകത്തുണ്ടാക്കിയത്. ഇപ്പോഴെന്താ പുതിയ കണ്ടുപിടുത്തം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? നിർമ്മിത ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെക്കാളും ബുദ്ധിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്പേർട്സ് പറയുന്നത് ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ്. 2020 ഈ ദശകം കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിശക്തിയേക്കാൾ അപ്പുറത്തേക്ക് സൂപ്പർ ഇന്റലിജന്റായി മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം നമ്മളെക്കാൾ ബുദ്ധിയുള്ളതാകാൻ പോവാ അല്ലെ? അതിലൊരു തമാശയായിട്ടൊരു കാര്യം പറയും. മനുഷ്യൻ ഒരുപാട് കുഴപ്പം പിടിച്ച സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? കടാര, ആളുകളെ കുത്തിക്കൊല്ലാം അല്ലെ? ആളുകളെ കുത്തിക്കൊല്ലാം കടാര. പക്ഷെ കടാര നീ ഇവിടെ കൊണ്ടുവന്ന് ഈ ടേബിളിൽ വെച്ചാലോ എന്ത് പാവമാണ്. ഒറ്റ കഴിഞ്ഞിട്ട് ആരെങ്കിലും കുത്തിക്കൊല്ലോ? ഒരു മനുഷ്യൻ വേണം അല്ലെ? അതുപോലെ ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഒരു റിവോൾവർ, ഒരു തോക്ക്. ആ തോക്ക് ഈ ടേബിളിൽ കൊണ്ട് വെച്ചാലോ തോക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മനുഷ്യന്റെ സഹായം ഇല്ലാതെ എല്ലാവരും വെടിവെക്കുമോ? ഇല്ല. ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടോ? ഇല്ല. പക്ഷേ മനുഷ്യന്റെ കണ്ടുപിടുത്തം മനുഷ്യവംശ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ആ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് നേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് നേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ നേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം. നിങ്ങളെല്ലാം മിടുക്കികളും കൊച്ചുമിടുക്കന്മാരുമൊക്കെയാണ് ഉള്ളത്. ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ നാട് ഒട്ടേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഞാൻ കേരളത്തിലെ, ഇന്ത്യയിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം പോകുന്ന ആളാണ് സ്ഥിരമായി. എന്റെ അത്ഭുതം, അവിടെയെല്ലാം ചെല്ലുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ്. അവിടെ പഠിക്കുകയാണ് വലിയ കോഴ്സുകൾ. വിദേശ സർവകലാശാലകളിലും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നമ്മുടെ പെൺകുട്ടികൾ വലിയ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം, അതിനെ തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമത്തെയും നമുക്ക് പരാജയപ്പെടുത്തണം. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായി നേർന്നുകൊണ്ട് ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർ, ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി എം.എൽ.എ. ശ്രീ കെ. മുരളീധരൻ അവർ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പ്രിയദർശിനി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ ശ്രീ ചന്ദ്രന്റെ വേദിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി സുഹൃത്തുക്കളെ, എല്ലാവരും നമസ്കാരം. ഞാനൊരു പ്രശ്നത്തെ കടക്കുന്നില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ സ്വത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏറ്റവും നല്ല ആത്മവിശ്വാസം കൊടുത്ത് അവരുടെ ഉള്ളിലുള്ള ആ കഴിവ്, ആ സ്പാർക്ക് പരമാവധി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ നേരായ വഴി നടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള കൺസെപ്റ്റോടുകൂടിയാണ് നമ്മൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നത്. ഈ പ്രായത്തിൽ കിട്ടുന്ന അനുഭവമാണ് ജീവിതത്തിലുടനീളം അവരുടെ എല്ലാ ചെയ്തികളിലും പ്രതിഫലിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി
കുഞ്ഞുങ്ങളെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴേക്കും ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ ആശയങ്ങൾ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണ് പലരും. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സാധ്യതകളും അവിടെ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ നേരിട്ട് അറിഞ്ഞാണ് ഈ കോർപ്പറേഷനിലുള്ള ഒരുപാട് കോഴ്സുകൾ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു. തുടക്കമെന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ സജീവമായി ഇടപെടൽ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളിൽ നിന്നും എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി വിദ്യാഭ്യാസ വകുപ്പ് തന്ന ലിസ്റ്റ് അനുസരിച്ച് 5000 കുട്ടികൾക്ക് ഇത്തവണ ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തു. ഒരു ബാഗും കുട്ടികൾക്ക് ആവശ്യമായ നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ കൊടുക്കുമ്പോൾ സ്റ്റീൽ തന്നെ കൊടുക്കണം, പ്ലാസ്റ്റിക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി മേയർ കേരള തലത്തിൽ അനൗൺസ് ചെയ്തപ്പോഴേക്കും 1.5 ദിവസം കൊണ്ട് 5000 ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ 5000-ൽ ബാഗുകൾ കിറ്റുകൾ തരാൻ വേണ്ടി സമൂഹം തയ്യാറായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാതെ സമൂഹത്തിൽ നിന്നും വ്യത്യസ്ത മേഖലകളിൽ നിന്നും സഹായം കിറ്റുകളായി സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്. അടുത്ത വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൊണ്ടിലുള്ള മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഭരണകൂടമുണ്ട് എന്നൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ പ്രതിഫലിപ്പിക്കാൻ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്, ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഭരണത്തിലെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ചിട്ടയോടെ വളരെ ഭംഗിയായിട്ട് ഈ പ്രദേശോത്സവം നടത്തുവാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്തു. ഇത് വളരെ വലിയൊരു തുടക്കമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 60 കുട്ടികൾ, വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് എത്തുന്ന നാളുകളായിരിക്കും നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ കേന്ദ്രമായിട്ട് കേരളം മാറണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് എല്ലാവരും ആശംസയും നടത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇന്റർനെറ്റ് സുരക്ഷിതമായും ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. എൻ്റെ പാസ്വേഡുകളും OTP-കളും വ്യക്തിഗത വിവരങ്ങളും മറ്റാരുമായും പങ്കുവയ്ക്കാതെ സൂക്ഷിക്കും. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ, സന്ദേശങ്ങൾ, ഫയലുകൾ എന്നിവ തുറക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും മുമ്പ് ഞാൻ ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഞാൻ മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കും. സുരക്ഷിതവും ഭദ്രവുമായ ഡിജിറ്റൽ ലോകം നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുടെ വിശിഷ്ട അതിഥികളെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മേയർ ശ്രീ VD രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി, അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമില നീതി ജോസഫ്, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ നിങ്ങളോടൊപ്പം ചെയ്യുന്നത്. പുതിയതായി കുട്ടികൾ കടന്നു വരുമ്പോൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ജനപ്രതിനിധിയായി വീണ്ടും ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി എനിക്ക് വളരെ സന്തോഷം. 8 വർഷം നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഘട്ടങ്ങളിലൊക്കെ നിരവധി തവണ ഈ
വിദ്യാലയത്തിൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. Gracias.